Welcome to our Fishing Man videos. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ആർട്ടിമിയ കൾച്ചറാണ്. അതിനായി ഞാനിവിടെ 1.5 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും അതുപോലെ തന്നെ അക്വേറിയത്തിലെല്ലാം നമ്മൾ എയർ കൊടുക്കാനായി ഉപയോഗിക്കുന്ന എയർ പമ്പിൻ്റെ കുറച്ച് പൈപ്പും പിന്നെ ഒരു എയർ സ്റ്റോണും ഞാനിവിടെ എടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്യാനും ഫിക്സേഷനുമായിട്ട് ഞാനൊരു സിസറും അതുപോലെ തന്നെ കുറച്ച് സിലിക്കോണും നമുക്കിവിടെ ആവശ്യമായി വരുന്നുണ്ട്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടിഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഈ ഭാഗത്ത് വെച്ച് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ കൂടിയാണ് നമ്മൾ വെള്ളവും അതുപോലെ ആർട്ടിമിയും മറ്റും നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ക്യാപ്പിലാണ് നമ്മൾ എയർ സ്റ്റോൺ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ അകത്താണ് നമ്മൾ എയർ സ്റ്റോൺ ഫിക്സ് ചെയ്യുന്നത്. അതിനായി സെന്റർ നോക്കി നമുക്ക് അതിന്റെ ക്യാപ്പിന്റെ അകത്തൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഈ ഹോൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് എയർ സ്റ്റോണിന്റെ ആ കണക്ട് ചെയ്യുന്ന ഭാഗം ടൈറ്റ് ആയിട്ട് ഇരിക്കണം. ലീക്കേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഹോൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കൊന്ന് ബോട്ടിലേക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്നതെന്ന് പറഞ്ഞാൽ പൈപ്പ് ഫിക്സ് ചെയ്യുകയാണ്. ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ഇനി പൈപ്പ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആർട്ടിമിയ കൾച്ചറിന് ആവശ്യമായുള്ള ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ലീക്കേജ് ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് സിലിക്കോൺ വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഈ എയർ ബബിൾസിലൂടെ ഇതിലേക്ക് എയർ വരുമ്പോഴാണ് ആർട്ടിമിയ, അതായത് എഗ്ഗ് വിരിഞ്ഞ് ചെറിയ ആർട്ടിമിയ ഫോം ചെയ്യുന്നത്. അത് നാം വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് സിലിക്കോൺ വെച്ച് നല്ല രീതിയിൽ ആ സ്റ്റോണും പൈപ്പും ഫിക്സ് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഇതിന്ന് ഹാങ് ചെയ്തിടാനായിട്ട് രണ്ട് സൈഡിലും നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് രണ്ട് സൈഡിലും ഒരു ഹോള് തൊളിച്ചിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും വള്ളി എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കുക. നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് സിലിക്കോൺ വെച്ച് നമ്മൾ ഹോൾ ചെയ്ത ഭാഗം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം, ലീക്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ അകത്തുനിന്നും പുറത്തുനിന്നും രണ്ട് സൈഡിൽ നിന്നും നമ്മൾ സിലിക്കോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ സിലിക്കോൺ നല്ല രീതിയിൽ എയർ സ്റ്റോണിലേക്ക് തേച്ച് കൊടുക്കണം. കാരണം അകത്തു നിന്ന് നമുക്ക് ലീക്കേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ ഹോളിലൂടെ ഇത് ഫിക്സ് ചെയ്യുക. നന്നായി അമർത്തി കൊടുത്ത് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഔട്ടർ ലെയറിൽ നിന്ന്, അതായത് പുറത്തു നിന്ന് നമ്മൾ സിലിക്കോൺ ഒന്നുകൂടെ തേച്ച് കൊടുക്കുന്നതാണ്. സിലിക്കോൺ തേച്ചതിന് ശേഷം നമ്മൾ ഈ ക്യാപ്പ് ഫിക്സ് ചെയ്യുകയാണ്. നല്ല രീതിയിൽ ടൈറ്റ് ആക്കി വേണം ഇത് ഫിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഗ്യാപ്പിലൂടെ വെള്ളം ലീക്കേജ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ പൈപ്പ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആർട്ടിമിയ കൾച്ചറിനായിട്ടുള്ള ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഹാങ് ചെയ്യുക. നിങ്ങൾക്ക് സൗകര്യമുള്ള ഏതെങ്കിലും ഒരു എടുത്ത് ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു അര കുപ്പി വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എയർ പമ്പിലേക്ക് നമ്മൾ മോട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മോട്ടർ ഫിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ബോട്ടിലിന് കുറച്ച് മുകളിലായിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. നമുക്കിനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇവിടെ കാണാൻ കഴിയും നല്ല രീതിയിൽ ബബിൾസ് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യമായി വരുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന, കറിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കല്ലുപ്പാണ്. കല്ലുപ്പ് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്പൂണിന് അര സ്പൂൺ കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. കാരണം ഞാനിതിപ്പോൾ ഒരുപാട് ആർട്ടിമിയ ഇടുന്നില്ല. ആർട്ടിമിയ നമുക്ക് ആവശ്യമായി വരുന്നതിനനുസരിച്ച് വെള്ളവും കല്ലുപ്പും ചേർക്കാം. ഞാൻ ഈ ആർട്ടിമിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്കിവിടെ എല്ലാ അക്വേറിയം ഷോപ്പുകളിലും ലഭ്യമാണ്. 120 രൂപയാണ് ഈ ഒരു ബോട്ടിലിന് വില വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബോട്ടിലേക്ക് ആർട്ടിമിയ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഒരുപാട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമായി വരുന്നില്ല. നിങ്ങൾക്ക് ഫിഷസ് എന്തോരം ഉണ്ടോ, എത്ര മീനുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഫീഡ് ചെയ്യാൻ ആവശ്യമുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ജസ്റ്റ് ബീറ്റാസിന് ഫീഡ് ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഞാനിവിടെ ആർട്ടിമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് എയർ പമ്പ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. എയർ പമ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ബബിൾസ് വന്ന് അതിലാണ് മുട്ട വിരിയുന്നത്. അപ്പോൾ ബബിൾസ് വന്നു തുടങ്ങി. ഇനി ഇത് നമുക്ക് 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും എഗ് എല്ലാം പൊട്ടി നമുക്ക് ആർട്ടിമിയ ഫോം ആയിട്ട് കിട്ടും. ഇത് നമ്മുടെ ബീറ്റ ഫിഷസിന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ഹെൽത്തി ആയ ഒരു ആഹാരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ചെറിയ തെരുതെരു പോലെ ഈ വെള്ളത്തിൽ ഓടി നടക്കുന്നതാണ് ആർട്ടിമിയ. ഇത് നമുക്ക് ബീറ്റ ഫിഷിന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഫീഡ് ചെയ്യാൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.